നമസ്കാരം. യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം ഗാസ മുനമ്പിൽ ഇസ്രയേൽ തങ്ങളുടെ സാന്നിധ്യം നാടകീയമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 50% പ്രദേശങ്ങൾ ഇസ്രയേൽ സൈന്യം നിയന്ത്രിക്കുകയും പലസ്തീനികളെ ഭൂമിയുടെ ഒരു ഇരുണ്ട കോണിലേക്ക് തള്ളിവിടുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. നെറ്റ്സരും ഇടനാഴിയും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. ഗാസയിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്രയേൽ ബഫർ സോണിന്റെ വലിപ്പം ഇരട്ടിയാക്കി. ഗാസയിലേക്ക് 3 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള പ്രദേശങ്ങളും സൈന്യത്തിന്റെ അധീനതയിലാണ് എന്ന് ഇസ്രയേൽ പുറത്തിറക്കിയ ഭൂപടം കാണിക്കുന്നുണ്ട്. ഗാസയിലെ ഖാൻ യൂണിസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിന് സമീപം മാധ്യമപ്രവർത്തകർക്ക് അഭയം നൽകിയിരുന്ന ഒരു കൂടാരത്തിന് നേരെ നടത്തിയ മാരകമായ ആക്രമണമാണ് ഇസ്രയേലിന്റെ ആക്രമണ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ കൂട്ടക്കുരുതി. ആക്രമണത്തെ പലസ്തീൻ ജേർണലിസ്റ്റ് ഫോറം അപലപിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോംബാക്രമണത്തെ ഹീനമായ കുറ്റകൃത്യവും എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കൺവെൻഷനുകളും കാറ്റിൽ പറത്തിയുള്ള മനഃപൂർവ്വമായ കുറ്റകൃത്യം എന്നാണ് പലസ്തീൻ ജേർണലിസ്റ്റ് ഫോറം വിശേഷിപ്പിച്ചത്. പലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയിലെയും സിവിൽ ഡിഫൻസിലെയും 15ഓളം അംഗങ്ങളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മാർച്ച് 23-ന് തെക്കൻ ഗാസയിലെ റാഫയിൽ ഇസ്രയേൽ സൈന്യം ആംബുലൻസുകളുടെയും അടിയന്തര വാഹനങ്ങളുടെയും ഒരു വാഹന വ്യൂഹത്തെ ലക്ഷ്യം വെച്ച ആക്രമണത്തിന് പിന്നാലെയാണിതെന്ന് ഓർക്കണം. സംഭവത്തിൽ 8 റെഡ് ക്രസന്റ് ജീവനക്കാരും 6 പലസ്തീൻ സിവിൽ ഡിഫൻസിൽ നിന്നുള്ളവരും ഒരു ഐക്യരാഷ്ട്രസഭ ജീവനക്കാരനുമാണ് കൊല്ലപ്പെട്ടത്. വാഹനങ്ങളെ തിരിച്ചറിയുന്ന അടയാളങ്ങൾ ഇല്ലായിരുന്നുവെന്നും ഹമാസ് സായുധ ഗ്രൂപ്പ് ആയിരുന്നു എന്നാണ് ഇസ്രയേൽ സൈന്യം ഉന്നയിച്ച അവകാശവാദം. എന്നാൽ റാഫയ്ക്ക് സമീപം 15 അടിയന്തര സേവന ജീവനക്കാർ കൊല്ലപ്പെട്ടതിനെ കുറിച്ചുള്ള പ്രാരംഭ വിവരണം മാറ്റിമറിക്കുന്ന ഒരു പുതിയ വിവരങ്ങളാണ് ഇസ്രയേൽ സൈന്യം നൽകുന്നത്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്ന അവസരത്തിലാണ് ഇസ്രയേൽ സൈന്യം ഇത്തരം തിരുത്തിക്കുറിക്കലുകൾ നൽകുന്നത്. റെഡ് ക്രസന്റ്, സിവിൽ എമർജൻസി സർവീസ്, UN എന്നിവിടങ്ങളിൽ നിന്നുള്ള 15 പേരെ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തി ഒരു കുഴിമാടത്തിൽ അടക്കം ചെയ്തതായും റെഡ് ക്രസന്റ് UN ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇസ്രയേലി വ്യോമാക്രമണത്തിൽ പരിക്കേറ്റവരുടെ റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്നതിനായിരുന്നു പാരാമെഡിക്കലുകളെ മേഖലയിലേക്ക് അയച്ചത്. ഇസ്രയേലി വ്യോമാക്രമണത്തിൽ പരിക്കേറ്റവരുടെ റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്നതിനായിരുന്നു പാരാമെഡിക്കുകളെ മേഖലയിലേക്ക് അയച്ചത്. ഈ പാരാമെഡിക്കുകളുടെ മൃതദേഹങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഐക്യരാഷ്ട്രസഭയിലെയും പലസ്തീൻ റെഡ് ക്രസന്റിലെയും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ഒരു അടിയന്തര പ്രവർത്തകനെ ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല. എന്നാൽ മരിച്ചവരിൽ ഒരാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെടുത്തതും പലസ്തീൻ റെഡ് ക്രസന്റ് പ്രസിദ്ധീകരിച്ചതുമായ വീഡിയോയിൽ യൂണിഫോമിൽ എത്തിയ അടിയന്തര ജീവനക്കാരെ വ്യക്തമായി അടയാളപ്പെടുത്തിയ ആംബുലൻസുകളും ഫയർ ട്രക്കുകളും ലൈറ്റുകളും കത്തിച്ച നിലയിൽ ഇസ്രയേൽ പട്ടാളക്കാർ വെടിവെക്കുന്നതും വ്യക്തമാണ്. ഇത് തന്നെ ഇസ്രയേൽ നടത്തുന്ന നരഹത്യകളുടെ ഭീകരത ലോകത്തെ വെളിവാക്കുന്നതാണ്. പാരാമെഡിക്കുകളുടെ കൊലപാതകത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നാണ് ഐക്യരാഷ്ട്രസഭയും പലസ്തീൻ റെഡ് ക്രസന്റും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രയേൽ സൈന്യം മണിക്കൂറുകളോളം കസ്റ്റഡിയിലെടുത്ത ശേഷം മോചിപ്പിക്കപ്പെട്ടെന്ന് പറയുന്ന സംഘത്തിലെ 2 പേരെ ഇപ്പോഴും കാണാനില്ലെന്ന് റെഡ് ക്രസന്റും UN ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സംഘം ഇസ്രയേലി സൈനികരാൽ കൊല്ലപ്പെട്ടതായും മറ്റ് അടിയന്തര സഹായ സംഘങ്ങൾ കാണാതായ സഹപ്രവർത്തകരെ മണിക്കൂറുകളോളം തിരഞ്ഞു നടക്കുന്നതിന് ഒന്നിനു പിറകെ ഒന്നായി കൊല്ലപ്പെട്ടതായും ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരുന്നു. അതേസമയം ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറിന്റെ അപൂർവ സന്ദർശന വേളയിൽ ഗാസ സംഘർഷത്തിൽ വെടിനിർത്തലിന്റെ ആവശ്യകതയെക്കുറിച്ച് UAE വിദേശകാര്യമന്ത്രി സമ്മർദ്ദം ചെലുത്തിയതായും റിപ്പോർട്ട് വന്നിരുന്നു. ഗാസ മുനമ്പിലെ വഷളാകുന്ന മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ചും വെടിനിർത്തലിലെത്തിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനും സാറും ചർച്ച ചെയ്തതായും UAE വിദേശകാര്യ മന്ത്രാലയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ദ്വിരാഷ്ട്ര പരിഹാരത്തെ അടിസ്ഥാനമാക്കി സമഗ്രമായ സമാധാനം കൈവരിക്കുന്നതിന് ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന്റെ അടിയന്തര ആവശ്യകതയും അദ്ദേഹം ആവർത്തിച്ചു.